കെ ശൈലജയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസെടുത്തു. വടകര പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. AK അഭിലാഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. അഭിലാഷ്, ഡിവൈഎഫ്ഐയും ഒപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷനും പരാതി നൽകിയിരുന്നു. ഈ രണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ്. ബിനിൽ, നേരത്തെ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷനുമാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ മഹിളാ അസോസിയേഷൻ പ്രാദേശിക നേതാവ് പുഷ്പത നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് കലാപശ്രമം ഉണ്ടാക്കൽ, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും KS ഹരിഹരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? കേസെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടും. പിന്നെ ഈ വകുപ്പുകൾ കാര്യങ്ങൾ അഭിഭാഷകരായിട്ട് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. സംഭവത്തിൽ താങ്കൾ നേരത്തെ തന്നെ ഖേദപ്രകടനം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇങ്ങനത്തെ ഒരു കേസ് എടുക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? അത് CPM-ൻ്റെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ്. അവർ കേസെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതിനു മുമ്പേ ഇതിനേക്കാൾ മോശമായിട്ട് സംസാരിച്ച ആളുകളുടെ പേരിലൊക്കെ കേസ് വേണമല്ലോ. അവിടെ നിന്ന് ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ. അത് CPM-ന് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള നീക്കമാണ്. ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം. നിയമപരമായിട്ടും നേരിടും. ഹരിഹരൻ പറയുന്നത് ഇത് നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അഭിഭാഷകരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത്തരത്തിൽ വേട്ടയാടാനുള്ള ശ്രമമാണ് CPM-ൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്തത്.